ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിൻ ഓൾ. കെസിനോ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവിടെ ഒരുപാട് വലിയ ഗാംബ്ലിംഗ് ഗെയിമും കാര്യങ്ങളൊക്കെ നടക്കാറില്ലേ? ഏകദേശം ഒരു 99% ലക്കിന്റെ ബേസിലാണ് അവിടെ നിന്ന് കാശ് കിട്ടുക. എന്നാൽ ഇതിന്റെ പിന്നിൽ ഒരു മാക്സ് ഉപയോഗിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ ഒരു പ്രൊഫസർ ഇയാളുടെ ടീമിലേക്ക് കുറച്ച് പിള്ളേരെ ചേർക്കുകയാണ്. ബ്ലാക്ക് ജാക്ക് എന്നൊരു ചീട്ടുകളിയുണ്ട്. ആ ചീട്ടുകളി ഭാഗ്യം കൊണ്ടല്ല, മാക്സിലൂടെ വിജയിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി ഇവരെല്ലാവരും ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ട് നേരെ ഒരു കെസിനോയിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഉഡായിപ്പിലൂടെ ഇവർ അവിടുത്തെ ആ ഒരു ഗെയിമിൽ വിജയിച്ചു ഒരുപാട് ഡോളേഴ്സ് ഉണ്ടാക്കാണ്, ലക്ഷക്കണക്കിന് ഡോളേഴ്സ്. എന്നാൽ ഇങ്ങനെയുള്ളവരെ പൊക്കാനായിട്ട് ആ കെസിനോയിൽ ഒരുപാട് CCTVയും അതുപോലെ തന്നെ സെക്യൂരിറ്റി ഗാർഡുകൾ ഉണ്ടാവും. ഇവരുടെ എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ചു വേണം ഈ പ്രൊഫസർക്കും ഇയാളുടെ പിള്ളേർക്കും കൂടെ ഈ ഒരു തരികിട നടത്താനായിട്ട്. അങ്ങനെ ഒരു പാവത്താനായിട്ടുള്ള പയ്യൻ ഇവരുടെ ഈ ഒരു ടീമിലേക്ക് വരികയാണ്. ഇതിന് ശേഷമാണ് കഥ മാറുന്നത്, ആ പയ്യന്റെയും അതുപോലെ തന്നെ ഈ പ്രൊഫസറുടെയും. അപ്പൊ ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും നമുക്ക് നേരെ കഥയിലേക്ക് പോയിട്ട് അത് കേൾക്കുകയല്ലേ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ബെൻ എന്ന യുവാവിനെ കാണിക്കുകയാണ്. ഇവനിപ്പോ വേഷയെല്ലാം മാറിയിട്ട് ഒരു കെസിനോയിൽ പോയിട്ട് അവിടുത്തെ ആ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇവന്റെ വോയിസ് ഓവറിൽ തന്നെ ഇവനൊരു കാര്യം പറയാണ്, വിന്നർ ചിക്കൻ ഡിന്നർ. ഈ കാര്യം ആദ്യമായിട്ട് പറഞ്ഞത് ഒരു 40 വർഷം മുന്നേ ഒരു ചൈനക്കാരനാണ്. അയാൾ ഒരു ഗെയിം കളിക്കുമ്പോൾ അയാൾ ജയിക്കുമ്പോൾ സ്ഥിരമായിട്ട് പറയുന്ന കാര്യമാണ് വിന്നർ ചിക്കൻ ഡിന്നർ. അതുപോലെ തന്നെ ആ ഒരു വാക്ക് ഞാൻ ഇന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. കാരണം ബ്ലാക്ക് ജാക്ക് എന്ന ആ ഗെയിമിൽ ഞാൻ ഇന്ന് ഒരുപാട് തവണ ജയിച്ചിട്ടുണ്ട്. സാധാരണ കെസിനോയിൽ ഗെയിം കളിക്കാൻ വരുന്നവര് അവരുടെ ആ ഒരു ലക്കിന്റെ ബേസിൽ മാത്രമായിരിക്കും ജയിക്കാൻ പോകുന്നത്. പക്ഷേ ബ്ലാക്ക് ജാക്ക് എന്ന ഈ ഒരു ഗെയിം ഉണ്ടല്ലോ, ഇതിൽ ലക്കല്ല, ഇവിടെ ഉപയോഗിക്കുന്നത് മാക്സ് ആണ്. മാക്സ് ഉപയോഗിച്ച് ഈ ഗെയിം ജയിക്കാൻ കഴിയും. പക്ഷേ അത് അത്ര എളുപ്പമാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. മാക്സിൽ നല്ല തലയുള്ള ഒരാൾക്ക് മാത്രമേ അത് പറ്റുള്ളൂ, എന്നെ പോലെ ഒരാൾക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് കളിക്കുന്നതും ഒരുപാട് കാശ് ഉണ്ടാക്കുന്നതും ഒരു വലിയ പ്രശ്നത്തിൽ വന്ന് ചാടിയത്. ഞങ്ങൾ ഈ ഒരു കെസിനോയിൽ ഗെയിം കളിക്കാൻ വരുമ്പോൾ ഞങ്ങൾക്കായിട്ടൊരു ടീമുണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കെസിനോയിലുള്ള സെക്യൂരിറ്റി അറിയാതെ പല സിഗ്നലും പാസ് ചെയ്യും. ഉദാഹരണത്തിന് ഞങ്ങളുടെ ടീമിലെ ഒരാൾ കൈ ബേക്കിൽ കെട്ടുക, അതുപോലെ തന്നെ കണ്ണിന്റെ അടുത്തേക്ക് കൈ കൊണ്ടുവരിക, തല ചൊറിയ. ഈ തല ചൊറിയ എന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ തന്നെ അവിടുന്ന് രക്ഷപ്പെട്ടോ എന്നാണ് അതിനർത്ഥം. അങ്ങനെ ഇപ്പോ ഇവരുടെ ടീമിൽ ഒരാൾ തലയിൽ കൈവച്ചിരിക്കുകയാണ്, അതായത് തല ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടോ എന്നാണ്. ഇപ്പൊ ഈ ഒരു ബ്ലാക്ക് ജാക്ക് അത് കളിച്ച് കുറച്ച് കോയിൻസ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആ ഒരു കോയിൻസ് വാരി വേഗം തന്നെ ഇവർ രക്ഷപ്പെട്ട് ഇവിടുന്ന് ഓടുകയാണ്. ഇവരുടെ പിന്നാലെ തന്നെ ഈ കെസിനോ, അത് വലിയൊരു കെസിനോ ആണ്. അവിടുത്തെ ഒരുപാട് സെക്യൂരിറ്റി ഗാർഡ് ഇവരുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തോ വലിയൊരു പ്രശ്നത്തിലാണ് ഈ ബെന്ന് ചെന്ന് പെട്ടിട്ടുള്ളത്. അപ്പൊ അതെന്തായിരിക്കും, ആരാണ് ഈ ബെന്ന്? അതൊക്കെ അറിയുന്നതിന് മുന്നേ അവന്റെ പാസ്റ്റ് ലൈഫിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ആളൊരു സാധാരണ ചെറുപ്പക്കാരനാണ്, ഒരു സ്റ്റുഡന്റ് ആണ്. ഇപ്പൊ പഠിക്കുന്നത് MIT-ലാണ്. കുഴപ്പമില്ലാതെ പഠിക്കും, കുഴപ്പമില്ലാതല്ല, നല്ല ടോപ്പായിട്ട് അവൻ പഠിക്കും. മാത്സിലൊക്കെ ഭയങ്കര തലയാണ് അവന്. ഇനി ഇവിടുത്തെ MIT-യിലെ പഠനം കഴിഞ്ഞിട്ട് ഹോവാർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണമെന്നാണ് അവന്റെ വലിയ ആഗ്രഹമാണ്. നല്ലൊരു പ്രൊഫഷൻ, നല്ലൊരു കരിയർ ഇതൊക്കെ ഉണ്ടാക്കണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഇവന്റെ പഠിത്തം മാർക്ക് ഇതെല്ലാം വെച്ചിട്ട് ഹോവാർഡിൽ അവന് അഡ്മിഷൻ കിട്ടുവാണെങ്കിലും കുറച്ച് പൈസയുടെ മുടക്കുണ്ട്. ഒരു $3 ലക്ഷം. നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു 2.5 കോടിയോളം രൂപ വരും. അത്രയും ഒരു എമൗണ്ട് ഇവന് ഉണ്ടാക്കാൻ കഴിയില്ല, ഇവനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്കോളർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഏജൻസിന്റെ അടുത്ത് ചെല്ലുകയാണ്. അപ്പൊ അവര് മാർക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവിടുത്തെ ഒരു ഓഫീസർ പറയണം, മാർക്കും കാര്യങ്ങളൊക്കെ ഓക്കെ, ഞാൻ ഇംപ്രസ് ആണ്, പക്ഷേ സംതിങ് വേറെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടോ ഞങ്ങളെ ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റുന്ന ആ രീതിയിൽ എന്തെങ്കിലും ഒന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് ബെന്ന് പറയാണ്, അത് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു ഇലക്ട്രിക്കൽ റോബോട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതൊന്നും വേണ്ട, അതൊക്കെ എല്ലാവരും ചെയ്യുന്നല്ലേ. ഇതൊന്നും അല്ലാതെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നിന്റെ ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ നോക്കാം. മാർക്കിന്റെ കാര്യത്തിൽ നീ ഓക്കെയാന്ന് പറയണം. അതിന് മാത്രം ഇപ്പോ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്റെ ലൈഫിൽ എന്താണ് സാറേ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നീട് ഈ ബെൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം കാണിക്കുകയാണ്. അവിടെ പുതുതായിട്ട് വന്ന ആളാണ്, മാത്രമല്ല പാർട്ട് ടൈം ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ശമ്പളമൊന്നുമില്ല, ചെറിയ തുകയെ കിട്ടുള്ളൂ ഒരു മാസം. എന്നാലും ബെന്ന് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഈ ബെന്നിന് 2 സുഹൃത്തുക്കൾ ഉണ്ട് കേട്ടോ. അവനെ പോലെ തന്നെ നല്ല ബുദ്ധിയുള്ള ടീമാണ്. മാക്സിലൊക്കെ പുലികളാണ്. എപ്പോഴും ഈ ടെക്നോളജി, റോബോട്ടിക്സ്, സയൻസ്, മാത്സ് ഇതൊക്കെ തന്നെ ഇവർക്ക് സംസാരിക്കാനുള്ളൂ. ഇതേ സമയത്ത് തന്നെ ബെൻ ഇവരോട് പറയണം, എടാ എങ്ങനെയെങ്കിലും എനിക്ക് ആ ഒരു കോളേജിൽ അഡ്മിഷൻ മേടിക്കണം, പക്ഷേ $3 ലക്ഷം രൂപ അതൊക്കെ എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടോ? എന്തെങ്കിലും സംതിങ് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്ത് ആ ഒരു കാശ് ഉണ്ടാക്കണം, അല്ലാതെ അവന്റെ കുടുംബത്തിൽ നിന്നായിട്ടൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവന്റെ ബർത്ത്ഡേ വരികയാണ്. എല്ലാവരും കൂടെ അവന് ചെറിയൊരു റെസ്റ്റോറന്റിൽ കൊണ്ടുപോവാണ്. അവന്റെ അമ്മ അവന് വേണ്ടി ഒരു കേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവന്റെ കൂട്ടുകാരി തന്നെയാട്ടോ ഇത് നേരത്തെ റെഡിയാക്കിയത്. ഇപ്പൊ ആ ഒരു കേക്കിന്റെ പുറത്തായിട്ട് എന്തോ ഒരു നമ്പർ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഫിബൊനാച്ചി സീരീസ് എന്നാണ് അതിന് പറയാ. അതായത് ആദ്യം 0, പിന്നെ 1, അതിനുശേഷം 1, അതിനുശേഷം 2, അതിനുശേഷം 3. അതായത് ഓരോ പുതിയ നമ്പർ എഴുതുമ്പോഴും അതിന്റെ തൊട്ട് മുന്നിലുള്ള 2 നമ്പറിന്റെ തുകയായിരിക്കും അടുത്ത നമ്പർ. അതിനാണ് ഫിബൊനാച്ചി സീരീസ് എന്ന് പറയുന്നത്. എന്തായാലും അങ്ങനെ ഒരു കാര്യം ഈ ഒരു കേക്കിൽ എഴുതാൻ കാരണം ഈ നമ്പറുകൾ എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെയാണ് അവന്റെ കൂട്ടുകാരും. എന്തായാലും ആ ഒരു കേക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുവച്ചത് അവന്റെ അമ്മയാണ്. എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ട് ആ ഒരു കേക്കെല്ലാം മുറിക്കുകയാണ്. അങ്ങനെ അവനോട് യാത്ര പറഞ്ഞ് അധികം വൈകാതെ വീട്ടിലേക്ക് വരണം കേട്ടോ. ഇതൊക്കെ പറഞ്ഞ് അവന്റെ അമ്മ പോവുകയാണ്. പക്ഷെ എന്തൊക്കെയായാലും എല്ലാവരും ഹാപ്പി ആക്കാൻ നോക്കിയാലും നമ്മുടെ ബെന്നിന്റെ ഉള്ളിൽ ഒരു ടെൻഷൻ ഉണ്ട്.
ചിന്തിക്കുന്നുണ്ട്, എങ്ങനെ ആ ഒരു കാശ് ഉണ്ടാക്കും, ആ കാശുണ്ടെങ്കിൽ മാത്രമേ ഉപരിപഠനത്തിനായിട്ട് അവന് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. നല്ല ടാലന്റ് ഉണ്ട്, പഠിക്കാൻ പോയാൽ ഉറപ്പായിട്ടും അവൻ സക്സസ് ആവും, ആ കാര്യം ഉറപ്പാണ്. എന്തായാലും പിന്നീട് അങ്ങോട്ടേക്ക് നോർമൽ ആയിട്ടുള്ള ലൈഫും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവൻ എന്നും ക്ലാസ്സിൽ പോകും, നന്നായിട്ട് പഠിക്കും. ആ സമയത്താണ് ഒരു പ്രൊഫസർ അങ്ങോട്ടേക്ക് വരുന്നത്. ഇവർക്കായിട്ട് മാത്സിന്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് ഈ മാഷുണ്ടല്ലോ ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ബെന്റെ തൊട്ടടുത്ത് തന്നെ അവൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. എന്തോ ഒരു മണ്ടൻ ഉത്തരം പറയുന്നുണ്ട്. ഇത് കേട്ടപാടിനെ പ്രൊഫസർ ഒരു ചോക്ക് പീസ് എടുത്ത് ഒരു ഒറ്റ ഏറ് കൊടുക്കണം. ആർക്കെങ്കിലും അറിയാമെന്ന് ചോദിക്കുമ്പോൾ ബെന്നായിട്ട് തന്നെ അതിന്റെ ആ ഒരു ഉത്തരം പറയാണ്. പ്രൊഫസറിന് ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് തോന്നി കേട്ടോ. അതുപോലെ തന്നെ വേറെയും ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു പസിൽ ചോദിക്കുകയാണ്. ആ പസിൽ സോൾവ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ മാത്സ് അറിയണം. അപ്പൊ അതിനുള്ള ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഉത്തരം കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ബെന്ന് കൊടുക്കുകയാണ് കേട്ടോ. മാത്രമല്ല ഈ ബെൻ ആളൊരു പുലിയാണല്ലോ മനസ്സിലായപ്പോൾ ഈ പ്രൊഫസർ തന്നെ അവന്റെ ഒരു ആൻസർ ഷീറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഏകദേശം 97% അവൻ സ്കോർ ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം അവനൊരു ബ്രില്യന്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണെന്ന്. ഇതിനുശേഷം ബെന്ന് ക്ലാസ് എല്ലാം കഴിഞ്ഞു നേരെ കൂട്ടുകാരുടെ കൂടെ പോവാണ്. ചെറുതായിട്ട് ബോളും കാര്യങ്ങളൊക്കെ കളിച്ചു കൊടുക്കുമ്പോൾ ഇതേ കോളേജിൽ തന്നെ പഠിക്കുന്ന ഒരു ജിൽ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്. അവൾ അതിലൂടെ പോവാണ്. അവൾ പോകുമ്പോൾ തന്നെ ബെൻ അവളെ നോക്കി നിൽക്കുന്നുണ്ട്. ഇത് കണ്ട പാട് തന്നെ അവന്റെ കൂട്ടുകാർ കളിയാക്കാണ്. നീ എത്ര കാലം അവളിങ്ങനെ നോക്കി നിൽക്കും, ഒന്ന് പോയിട്ട് സംസാരിക്കണോ, ഇഷ്ടമാണെങ്കിൽ അവളോട് കാര്യങ്ങൾ പറ. എവിടെ നമ്മുടെ ബെന്നിന്റെ ഉള്ളിൽ വല്ലാത്തൊരു പേടിയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ആ സ്കൂളിലുണ്ടായിരുന്ന ഫിഷർ എന്ന് പേരുള്ള മറ്റൊരുത്തൻ നമ്മുടെ ഈ ഒരു ബെന്നിനും കൂട്ടി നീ ഒന്ന് വരുമോ, നമ്മുടെ പ്രൊഫസർ വിളിക്കുന്നുണ്ട്, ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഈ ഫിഷറിന്റെ കൂടെ ബെന്ന് നേരെ പ്രൊഫസറിന്റെ ആ ഒരു റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൻ വായി നോക്കുന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ ജില്ല്, അതുപോലെ തന്നെ വേറെയും കുറച്ച് കുട്ടികളുണ്ട്. എല്ലാവരും ഈ ഒരു പ്രൊഫസറിന്റെ റൂമിലിരിക്കുകയാണ്. അപ്പൊ ബെന്ന് ചോദിക്കുകയാണ്, പ്രൊഫസറെ എന്തിനാ നിങ്ങൾ വിളിപ്പിച്ചത്? ഇപ്പൊ പ്രൊഫസർ ചോദിക്കുകയാണ്, നിനക്ക് ബ്ലാക്ക് ജാക്ക് എന്ന് പറഞ്ഞ ഗെയിം കളിക്കാൻ അറിയോ? ഇല്ല സാറേ, ഞാൻ ഇതുവരെയായിട്ടും അത് കളിച്ചിട്ടില്ല എന്ന് പറയണം. അപ്പോ ഈ ബെന്നിന് വേണ്ടിയിട്ട് അതെങ്ങനെയാണെന്ന് ഈ മാഷ് കാണിച്ചു കൊടുക്കുകയാണ്. കുറെ ചീട്ടുകൾ അതിങ്ങനെ നിരത്തിയിട്ട് അതിന്റെ ആ ഒരു നമ്പർ, അങ്ങനെ കുറെ ആ ഒരു ഗെയിം റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ബെന്നിന് വേണ്ടിയിട്ട് പ്രൊഫസർ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ശരിക്കും ഈ ബ്ലാക്ക് ജാക്ക് എന്ന് അവന് മനസ്സിലാക്കി കൊടുത്തു. ഭൂരിഭാഗം ആൾക്കാരും കസിനോയിൽ പോയിട്ട് ഈ ബ്ലാക്ക് ജാക്ക് കളിക്കുമ്പോൾ അത് അവരുടെ ലക്ക് കൊണ്ട് വിജയിക്കുന്നു എന്നാണ് അവരുടെ വിചാരം. ശരിയാണ്, ലക്ക് ഉണ്ടെങ്കിൽ വിജയിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഗെയിം ഇത് ക്രാക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ വേണ്ടത് നല്ല ഉഗ്രനായിട്ടുള്ള മാത്തമാറ്റിക്സ് ആണ്. എന്തായാലും ഈ ഗെയിം കളിക്കാനായിട്ട് ഒരുപാട് പേര് കസിനോയിലേക്ക് ചെല്ലുന്നുണ്ട്, ഒരുപാട് പേരുടെ കാശ് പോകുന്നുണ്ട്. എന്നാൽ ഞാനും എന്റെ ഈ സ്റ്റുഡൻസും കൂടെ ലോസ് വേഗാസിൽ ഒരു കസിനോയിൽ സ്ഥിരമായിട്ട് പോവാറുണ്ട്. ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ ചില കോഡ് വാക്കുകളുണ്ട്. അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിനൊന്നും അത് കണ്ടുപിടിക്കാൻ കഴിയില്ല. പിന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ ട്രിക്സ് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഗെയിം നമ്മൾ ക്രാക്ക് ചെയ്യലുമുണ്ട്, നല്ലൊരു തുക അതിലൂടെ ഉണ്ടാക്കലുമുണ്ട്. അപ്പൊ ഞാൻ നിനക്കൊരു ഓഫർ തരികയാണ്. ഞങ്ങളുടെ ഈ ഒരു ടീമിലേക്ക് നിനക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നീ ജോയിൻ ചെയ്തോ, ഞങ്ങൾ നിന്നെ കൂട്ടാം. കാരണം നിനക്ക് നല്ല തലയുണ്ട്. നേരത്തെ ഞാൻ ക്ലാസ്സിൽ വെച്ച് ഒരു ക്വസ്റ്റ്യൻ ഇട്ട് തന്നപ്പോൾ നീ അതിന്റെ ആൻസർ പറഞ്ഞല്ലോ, അപ്പൊ തന്നെ ഞാൻ നിന്നെ നോട്ടം വെച്ചാണ്. നീ പറഞ്ഞ ആ ഒരു പ്രോബബിലിറ്റി ബേസ് ആയിട്ടുള്ള ആൻസർ അത് തന്നെയാണ് ഈ ഒരു ഗെയിമിലും വേണ്ടത്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ നിനക്ക് തീരുമാനിക്കാന്ന് പറയണം. എന്നാൽ ബെന്ന് പറയുന്നത്, സാറേ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് ഞാനില്ല കേട്ടോ, എനിക്ക് എന്റെ പഠിത്തം അതുപോലെ തന്നെ പ്രൊജക്ട് ഇതായിട്ട് ഞാൻ മുന്നോട്ടേക്ക് പോയിക്കോളാം എന്ന് പറയണം. ഇതേ സമയത്ത് പ്രൊഫസർ പറയാൻ, ഒരു കുഴപ്പമില്ല, നീ നിന്റെ ഇഷ്ടത്തിന് നടന്നു. പക്ഷേ ഞാൻ നിന്നെ കണ്ടതും ഇതിനെപ്പറ്റി സംസാരിച്ചതും ഇതൊന്നും ആരോടും പറയാൻ പാടില്ല. ഇനി എങ്ങാനും പറഞ്ഞാൽ അപ്പൊ ഞാൻ മാഷായിരിക്കില്ല, ഞാൻ വേറൊരാളായിരിക്കും, തട്ടിക്കളയും എന്ന് തന്നെ പറയാണ്. കാരണം എന്താണെന്നറിയോ, ഇത് അത്രയും സീക്രട്ട് ആയിട്ട് ഇവർ നടത്തുന്ന ഒരു കാര്യമാണ്. എന്തായാലും നമ്മുടെ ബെന്ന് അതിനൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അവൻ ഒഴിഞ്ഞു പോയല്ലോ. പിന്നെ ഒരു ദിവസം ഈ ബെന്ന് ജോലി ചെയ്യുന്ന ആ ഒരു തുണിക്കടയിലേക്ക് ജില്ല് വരികയാണ്. അവളൊന്ന് സംസാരിക്കാൻ വരുമോ, ചുമ്മാ ഒരു ഇത്തിരി നേരം മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ ബെന്ന് നമ്മുടെ ഈ ഒരു ജില്ലുമായിട്ട് സംസാരിക്കാൻ തുടങ്ങാണ്ടോ. അപ്പൊ ജില്ല് പറയുന്നത്, ഞാനും എന്റെ അച്ഛനും ചെറുപ്പം മുതലേ കസിനോയിലൊക്കെ പോയിട്ട് ഈ ഒരു ബ്ലാക്ക് ജാക്ക് കളിക്കാറുണ്ട്. ഞങ്ങൾ സാറ് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ലെക്കിന്റെ ബേസിലൊന്നും അല്ല കളിക്കില്ല, നല്ല മാത്സ് ഉപയോഗിച്ചിട്ടാണ്. വലിയ മോശമില്ലാത്ത കാശ് ഉണ്ടാക്കാനും പറ്റും. അപ്പോ നിനക്ക് പറ്റുകയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ വാ. എന്റെ അച്ഛൻ ഇപ്പൊ എന്റെ കൂടെ ഇല്ല, ഞാനിപ്പോ ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് നീ വരികയാണെങ്കിൽ എനിക്കൊരു കൂട്ടാവെന്ന് പറയണം. ഇപ്പൊ ജില്ലായിട്ട് വന്ന് വിളിച്ചത് കൊണ്ട് തന്നെ ബെന്നിന് ഇതൊരു താല്പര്യം തോന്നുകയാണ്. ഓക്കെ ഞാനും വരാമെന്ന് പറയണം. പിന്നീട് ഈ ജില്ലും അതുപോലെ തന്നെ ഇവരുടെ ടീമിലെ ഫിഷർ, അവനാണ് ഇപ്പൊ ഏറ്റവും നല്ല രീതിയിൽ കളിക്കുന്നത്. അപ്പൊ ഇവരെല്ലാവരും എന്താണ് ഈ ബ്ലാക്ക് ജാക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അത് ക്രാക്ക് ചെയ്യാനുള്ള ആ ഒരു മാത്തമാറ്റിക്കൽ ട്രിക്കും എന്തൊക്കെ ട്രിക്കുകൾ പറഞ്ഞു കൊടുത്താലും അത് പിന്നീട് പഠിക്കാനുള്ള ആ ഒരു ടാലന്റ് അത് കാണിക്കേണ്ടത് ബെന്നാണ്. മാത്രമല്ല കുറേ നമ്പറുകൾ ഓർത്ത് വെക്കാനുണ്ട്. അപ്പൊ ആ ഒരു ട്രിക്ക് കിട്ടിയാൽ മാത്രം പോരാ, അത് ഉപയോഗിക്കാനുള്ള ആ ഒരു ടാലന്റ് വേണം. സോ ഇനിയുള്ള കാര്യങ്ങൾ ബെന്നിന്റെ കയ്യിലാണ്. അവന് കളിച്ച് ജയിക്കാൻ പറ്റും, അല്ലെങ്കിൽ ടാലന്റ് ഇല്ലെങ്കിൽ അവൻ തോറ്റുപോകും, കയ്യിൽ പൈസയും പോകും. അപ്പൊ എന്തായാലും ഈ ഗെയിമിന്റെ അവസാന സമയമാകുമ്പോൾ ഇത് ജയിക്കോ ഇല്ലയോ എന്നുള്ളവരുടെ ഒരു മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ട്. ആ കാൽക്കുലേഷൻ വെച്ചിട്ട് ഇവർ ലാസ്റ്റ് ഒരു ബെറ്റ് കിട്ടും. അപ്പൊ ആ ഒരു ബെറ്റ് വെക്കുന്നതിന് മുന്നേ തന്നെ ഇവർക്ക് മനസ്സിലാവും ഈ ഒരു കളി ഇവർ തോക്കാനാണോ ജയിക്കാനാണോ പോകുന്നതെന്ന്. ഇനി അഥവാ തോക്കാനാണ് പോകുന്നതെങ്കിൽ ഇവർ ചെറിയ എമൗണ്ടിൽ ബെറ്റ് വെക്കും. ഇനി അഥവാ ജയിക്കാനാ പോകുന്നെങ്കിൽ നല്ല വലിയ എമൗണ്ടിൽ ബെറ്റ് വെക്കും. ഈ ഒരു കളിയിൽ ഇവർ മാത്രമല്ല, ഇവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരാളുണ്ടാവും, പിന്നെ ആ ഒരു കെസിനോയുടെ ഒരാളും ഉണ്ടാവും. ഈ രണ്ടാൾക്കാരും തോറ്റിട്ടുണ്ടെങ്കിൽ പൈസ പോവുക കെസിനോയ്ക്കായിരിക്കും. മിക്കവാറും അങ്ങനെ തന്നെയാണ് എല്ലാ സ്ഥലത്തും സംഭവിക്കാറ്. ഇനി ടീമായിട്ട് തന്നെ ഇവർ ആ ഒരു കെസിനോയിലേക്ക് പോകണം. എന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദേശങ്ങൾ കൈമാറണമല്ലോ. അതൊരു കോഡിലൂടെയാണ്. അതായത് ഒരാള് അയാളുടെ ബേക്കിൽ കൈ കെട്ടുകയാണെങ്കിൽ അതിനർത്ഥം ഇയാളുടെ ടേബിളിലേക്ക് വന്നിട്ട് നിങ്ങൾ കളിച്ചോ എന്നാണ്. അതുപോലെ പല കോഡ് ഭാഷകളും ഇവർക്കിടയിലുണ്ട്. അതായത് ആരംഭത്തിൽ ഞാൻ പറഞ്ഞതുപോലെ കണ്ണിന്റെ അടുത്തേക്ക് കൈ കൊണ്ടുവരികയാണെങ്കിൽ വന്നിട്ട് സംസാരിക്കണം. അതുപോലെ
അതുപോലെ ചില നമ്പേഴ്സ്, ഇതിനൊക്കെ ഓരോ ഫ്രൂട്ട്സിന്റെയും അതുപോലെ തന്നെ ഓരോ രുചികളുടെയും പേര് പറഞ്ഞിട്ടാണ് ഇവർ ആ ഒരു കോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറല്. അതായത് നല്ല മധുരം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊരു നമ്പർ കൊടുക്കും. ഇനി അവസാനം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തല ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനർത്ഥം എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടോ സെക്യൂരിറ്റി ഗാർഡ് അവർ പിടിച്ചിട്ടുണ്ടെന്നാണ്. എന്തായാലും കസിനോയിൽ പോയിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ട്രിക്കുകൾ കൈമാറി ഇതൊക്കെ ചെയ്യുന്നത് അത് ഈ സെക്യൂരിറ്റി ക്യാമറയോ അല്ലെങ്കിൽ അവരോ കാണാതെ വേണം ചെയ്യാൻ. കാരണം അവരുടെ നിയമത്തിനെതിരെയായിട്ടാണ് ഈ ഒരു ഗെയിം ഇവർ കളിക്കുന്നത് ഇപ്പോൾ, അല്ലെങ്കിൽ കളിക്കാൻ പോകുന്നത്. എന്തായാലും ഇതിനുശേഷം ലോസ് വേഗാസിൽ ഇവർ കളിക്കാൻ പോകുന്ന ആ ഒരു കസിനോ ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ ആ ഒരു സെക്യൂരിറ്റി ഗാർഡിന്റെ ഹെഡിനെ കാണിക്കുകയാണ്. ആള് ചില്ലറക്കാരനൊന്നുമല്ല. ആ കസിനോയിൽ എന്തോ ഒരു ഉടായ്പ് കാണിച്ചിട്ട് കാശ് തട്ടാൻ നോക്കിയ ഒരു തന്നെ ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് ഇവന്മാര് അടിച്ച് പഞ്ഞിക്കിടുകയാണ്. ചോര തുപ്പിക്കുക മാത്രമല്ല പലതും അവര് ചെയ്യിപ്പിക്കും. അമ്മാതിരി പെട കൊടുക്കും. അങ്ങനെ ഒരു ഇതിനായിട്ട് പെട കൊടുത്തോണ്ടിരിക്കുകയാണ്. സോ ഈ സ്ഥലത്തേക്കാണ് നമ്മുടെ പിള്ളേര് പോയിട്ട് അവർ തരികിട കാണിച്ച് ആ ഒരു ബ്ലാക്ക് ജാക്ക് എന്ന് പറഞ്ഞ ഗെയിമിൽ വിജയിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിന്റെ പൈസ അടിച്ചെടുക്കാൻ നോക്കുന്നത്. അങ്ങനെ പ്രൊഫസർ ഇവർക്ക് എല്ലാവർക്കും ആയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ്. അതായത് കസിനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇവർ രണ്ട് ടീമായിട്ട് പിരിയണം. ഒന്ന് സ്പോർട്ടേഴ്സ്, അതുപോലെ തന്നെ രണ്ടാമത്തേത് ബിഗ് പ്ലേയേഴ്സ്. സ്പോർട്ടേഴ്സ് എന്ന് വെച്ചാൽ ആദ്യം പോയിട്ട് ഗെയിം തുടങ്ങി വെക്കണം. സപ്പോസ് ആ ഒരു ഗെയിം ജയിക്കാൻ പോവുകയാണെങ്കിൽ ഇതിലേക്ക് വന്ന് ബെറ്റ് വെക്കാനായിട്ട് ഇവരൊരു സിഗ്നൽ കൊടുക്കും. അതാണ് പിറകിൽ കൈ കെട്ടി നിൽക്കുക. അപ്പൊ ബിഗ് പ്ലേയേഴ്സ് വന്നിട്ട് നല്ല കാശിട്ട് ആ ഒരു ബെറ്റ് വെക്കും. അതായത് ജയിക്കാൻ പോവാന്ന് അവർക്ക് മനസ്സിലായല്ലോ. അതെങ്ങനെയാ മനസ്സിലാവുന്നത്? ആ ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിലൂടെ. സപ്പോസ് ഇനി അതിൽ തോൽക്കാൻ പോവുകയാണെങ്കിൽ ചെറിയൊരു എമൗണ്ടിന് അവർ ബെറ്റ് വെക്കും. അത്രേ ഉള്ളൂ. കൈ പൊള്ളാതെ ആ ഒരു ഗെയിമിൽ നിന്നും അവർക്ക് ഇറങ്ങി വരാനും പറ്റും. അതുപോലെ തന്നെ ബെന്നിനെ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു വലിയ കസിനോയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെയൊക്കെ ചെറുതായിട്ട് നടക്കുന്ന മാച്ചുകൾ ഉണ്ടാവുമല്ലോ, അങ്ങോട്ടേക്ക് ഇവർ കൊണ്ടുപോകണം. ഈ പറഞ്ഞതുപോലെ തന്നെ ബേക്കിൽ കൈകെട്ടി സിഗ്നൽ വെച്ച് അങ്ങോട്ടേക്ക് ഈ ബെന്നിനോട് വരാൻ പറഞ്ഞു. അപ്പൊ ആ ഒരു കളി ഇനി ഫിനിഷ് ചെയ്യേണ്ടത് അവനാണ്. മാത്രമല്ല ഇനിയുള്ള ഓരോ നമ്പറുകളും അവൻ ഭയങ്കരമായിട്ട് സൂക്ഷിച്ചങ്ങനെ നോക്കണം. അവിടെ ഒരുപാട് ആളുകളൊന്നും ഇല്ല കേട്ടോ. സോ അവനങ്ങനെ അത് ഒബ്സർവ് ചെയ്യുന്ന അതേ നേരം തന്നെ അവന്റെ തലയിൽ ഒരാൾ വന്നൊരു തുണി മൂടി വെച്ച് കെട്ടുകയാണ്. ആ സമയത്ത് അവനോട് ചോദിക്കുന്നുണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ എത്രയാണ്. കറക്റ്റ് ആയിട്ട് തന്നെ അവൻ ആൻസർ പറയണം. സോ അവന്റെ തലയിൽ ആ ഒരു തുണിയും കാര്യങ്ങളൊക്കെ മാറ്റി നോക്കുമ്പോൾ അവിടെ പ്രൊഫസറിന്റെ കൂടെയുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ശിഷ്യന്മാർ തന്നെയാണ്. കാരണം എന്താ, ഈ ഒരു സംഭവം ഇവർക്കായിട്ട് ഉണ്ടാക്കിയതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇത്രയും ടഫ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് കൂടി ബെൻ ആ ഒരു നമ്പർ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്തായാലും കളി അത് വലിയ കളത്തിലായിക്കോട്ടെ. നേരെ പോകുന്നത് ലാസ് വെഗാസിലെ ആ ഒരു വലിയ കസിനോയിലേക്കാണ്. പക്ഷെ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ബെന്നിന് എന്തോ ഒരു വലിയ കളിയല്ലേ കളിക്കാൻ പോകുന്നത്, അതിന്റെ ആ ഒരു ടെൻഷൻ ഉണ്ട്. അതുപോലെ തന്നെ അവന്റെ ക്ലാസ്സുകൾ കുറെ മിസ്സാവും. അപ്പൊ അറ്റൻഡൻസ് ഒക്കെ പോയില്ലെന്ന് പ്രൊഫസറോട് ചോദിക്കുമ്പോൾ പ്രൊഫസർ പറയണേ, എടാ നിന്നെ കൂടെ കൂട്ടിയിരിക്കുന്നത് ഞാനാണ്. നീ ക്ലാസ്സിൽ പോയിട്ടില്ലെങ്കിലും നിനക്ക് അറ്റൻഡൻസ് വരും. നീ ഇനി എക്സാം എഴുതിയിട്ടില്ലെങ്കിലും നീ അതിൽ പാസ്സാവും. ആ കാര്യത്തിൽ യാതൊരു ഭയവും വേണ്ട. നീ ധൈര്യമായിട്ട് കൂടെ വാ, നമുക്ക് കാശ് അവിടുന്ന് വാരിയെടുക്കാം. അങ്ങനെ ഇവരുടെ നാട്ടിൽ നിന്നും ഫ്ലൈറ്റ് കയറി വേണം ഈ ലോസ് വെഗാസിലേക്ക് പോകാനായിട്ട് കേട്ടോ. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഒരുപാട് കാശൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ ഈ അണ്ടർവെയറിന്റെ ഉള്ളിലൊക്കെ കുത്തി തിരികിട്ടാണ് ഇവർ കൊണ്ടുവന്നത്. അപ്പൊ ഇതൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബെന്നിന് നല്ലതായിട്ട് പേടിയുണ്ട്. അങ്ങനെ ഫ്ലൈറ്റ് ഇറങ്ങി ലോസ് വെഗാസിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഡ്രീം സിറ്റി എന്ന് തന്നെ പറയാം. അവൻ ആദ്യമായിട്ട് ഇവിടെയൊക്കെ കാണുന്നത് ഭയങ്കര വലിയ വലിയ ബിൽഡിങ്ങുകളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു നഗര കാഴ്ചകളൊക്കെ കണ്ട് അമ്പരന്ന് അവനങ്ങനെ പോവുകയാണ്. പക്ഷേ ഈ കസിനോ അതിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ചില പ്രിപ്പറേഷൻസ് അതെടുക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം ഇവർക്ക് ഫേക്ക് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി വേണം. അതെല്ലാം പ്രൊഫസർ റെഡിയാക്കി കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ആ ഒരു കസിനോയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്താ വെച്ചാൽ മദ്യപിക്കരുത്. ഒരു കാരണവശാലും മദ്യപിക്കരുത്. എന്നാൽ മദ്യം ഓർഡർ ചെയ്യുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഇങ്ങനെ ഓർഡർ ചെയ്യുകയും വേണം. നിങ്ങൾ കുടിച്ച് ചെറുതായിട്ട് ഒരു ബോധമില്ലായ്മയിലാണ് ഇരിക്കുന്നതെന്ന് ബാക്കിയുള്ളവർക്ക് തോന്നിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെയാകുമ്പോൾ സെക്യൂരിറ്റി ഗാർഡുകൾ നിങ്ങൾ ഓവറായിട്ട് ശ്രദ്ധിക്കാൻ നിൽക്കില്ല. അങ്ങനെ പ്രൊഫസർ ഇവരെല്ലാവരുടെയും കയ്യിൽ കാശ് കൊടുക്കുന്നുണ്ട്. സേഫ് ആയിട്ട് തന്നെ അങ്ങോട്ടേക്ക് പോയിട്ട് വാന്ന് പറയണം. അങ്ങനെ ആ ഒരു കസിനോയിലേക്ക് ഇവർ ആദ്യം ചെന്നപാട് തന്നെ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഇവരുടെ കയ്യിൽ കാശ് കൊടുത്ത് അവിടുത്തെ ക്യാഷ് ഉണ്ട്, ഒരു കോയിനാണ്, ആ കോയിൻ ഇവർ മേടിക്കണം. അത് വെച്ച് വേണം ഇനി ഇവർ കളിക്കാൻ. ഇവർക്ക് കളിക്കുമ്പോൾ കൂടുതൽ കോയിൻസ് ഓപ്പോസിറ്റ് ഉള്ള ആളുടെ കയ്യിൽ നിന്ന് കിട്ടുമല്ലോ. അത് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ അതിന് പകരമായിട്ടുള്ള കാശ് കിട്ടും. എന്തായാലും പോയ പാട് തന്നെ ചെറുതായിട്ട് എല്ലാവരും മദ്യപിക്കുന്ന രീതിയിൽ അഭിനയിക്കുകയാണ്. മാത്രമല്ല ഇവരുടെ രണ്ട് ടീം ഉണ്ടല്ലോ, അതിൽ ആദ്യത്തെ ടീം സ്പോർട്ടേഴ്സ് പോയിട്ട് ജസ്റ്റ് ഓരോ ഗെയിം അത് ആരംഭിച്ചു വെക്കും. ഇതിനുശേഷം അവർ സിഗ്നൽ കൊടുക്കും കൈ ഇങ്ങനെ ബേക്കിൽ കെട്ടിയിട്ട്. അപ്പൊ ബിഗ് പ്ലേയേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ബെന്ന് അവനെ പോലെയുള്ള ആൾക്കാർ വന്നിട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യും. സോ ഈ ഒരു ഗെയിമിന്റെ പകുതിക്ക് വന്ന് ചേരുന്നത് കൊണ്ട് തന്നെ അപ്പൊ അതിൽ ആ ഒരു നമ്പറും കാര്യങ്ങളൊക്കെ അതൊരു കോഡ് ഭാഷയിലൂടെ ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്യും. പക്ഷേ ആ നമ്പർ അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പൊ ഇവരുടെ ടീമിലുള്ള ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ടാവും. അവരിങ്ങനെ ഒരു ഗ്ലാസ് ജ്യൂസ് ഒക്കെ വെച്ചിട്ട് അതിങ്ങനെ കുടിച്ചിട്ട് ഏത് നമ്പറാണോ പറയേണ്ടത് അതിനനുസരിച്ചുള്ള കോഡ് ഭാഷ, അതായത് നല്ല മധുരമുള്ള ഡ്രിങ്ക്സ് അങ്ങനെ പറയുമ്പോൾ അതിനൊരു നമ്പർ ഉണ്ടാവും. അതിപ്പോ ഈ ഒരു ബെന്നിന് കിട്ടിയല്ലോ. സോ അത് വെച്ചിട്ട് മാക്സും എല്ലാം കൂടി ആ ഒരു പ്രോബബിലിറ്റിയും എല്ലാം കൂടി അവന്റെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഒരു ഗെയിം കളിക്കാൻ തുടങ്ങുകയാണ്. ഇതുപോലെ വെറുതെ കോഡ് ഭാഷ കിട്ടിയാലോ അല്ലെങ്കിൽ ട്രിക്കുകൾ കൊണ്ടോ മാത്രം വിജയിക്കാൻ കഴിയില്ല. നല്ല ടാലന്റ് ഉള്ള ഒരു മാത്തമാറ്റീഷ്യന് മാത്രമേ ഈ ബ്ലാക്ക് ജാക്ക് ഇത് സിമ്പിൾ ആയിട്ട് വിജയിക്കാൻ കഴിയുള്ളൂ. എന്തായാലും പ്രൊഫസറുടെ കണ്ടുപിടുത്തം ഒരിക്കലും വേസ്റ്റ് ആയില്ല. നമ്മുടെ ബെൻ നന്നായിട്ട് തന്നെ അത് കളിക്കാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാശ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇതെല്ലാം കഴിഞ്ഞ് ക്ഷീണം കാരണം നമ്മുടെ ബെന്ന് നേരെ ഒരു ഹോട്ടൽ റൂമിൽ പോയി കിടക്കുകയാണ്. അവനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ജില്ല് വരുന്നുണ്ട്. അപ്പൊ അവനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, നീ എത്ര കാലമാണ് ഈ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാൻ പോകുന്നത്? ഇപ്പൊ ബെന്നി പറയണേ, എനിക്ക് ഒരുപാട് നാളൊന്നും കളിക്കാൻ
കളിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് വിദേശത്ത് പോയി പഠിക്കാനായിട്ട് ആ വലിയ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഒരു $3 ലക്ഷം വേണം. സോ അത്രയും കാശായി കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ വിട്ടു പോകുന്നു പറയണം. എന്നാൽ ജില്ല് പറയണം ഒരിക്കലും അത് സാധിക്കും തോന്നില്ല. കാരണം ഇതൊരു അഡിക്ഷൻ ഗെയിമാണ്. ആദ്യത്തെ 2-3 തവണയൊക്കെ കളിക്കുമ്പോൾ വിചാരിക്കും ഇത് നമുക്ക് നിർത്താൻ കഴിയുന്നു. പക്ഷേ കളിച്ചു തുടങ്ങിയാൽ ഇതങ്ങനെ നിർത്താൻ കഴിയില്ല. അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് ജില്ല ഒരു വാർണിംഗ് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇതിനുശേഷം പ്രൊഫസർ എല്ലാവരെയും വിളിച്ച് ഒരു മീറ്റിംഗ് കൊടുക്കുകയാണ്. കഴിഞ്ഞ കസിനയിലെ ആ ഒരു പെർഫോമൻസും അവിടുത്തെ ആ ഒരു കളിയെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. മാത്രമല്ല ഇവർക്ക് എല്ലാവർക്കും കഴിക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കോയിൻസ് ഉണ്ടല്ലോ, അതേ ഷേപ്പിലുള്ള ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബെന്ന് നന്നായിട്ട് പെർഫോം ചെയ്തു, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൊഫസർ അവനെ ഭയങ്കരമായിട്ട് പൊക്കി അടിക്കുകയാണ്. പകരം അവരുടെ ടീമിലുണ്ടായിരുന്ന ഫിഷർ എന്ന് പറഞ്ഞ മറ്റൊരു പയ്യനുണ്ട്. ഇവൻ എന്തോ ഒരു പിഴവ് പറ്റി, അതുപോലെ തന്നെ ഒരുപാട് പൈസ ലോസ് ആവുകയും ചെയ്തു. അതുകൊണ്ട് അവന് ചീത്ത പറയുകയും ചെയ്യാണ്. കാരണം ഗെയിമിന്റെ ആ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സമയത്ത് ഇവർ നന്നായിട്ട് ചിന്തിക്കണം, നല്ല രീതിയിൽ പ്രോബബിലിറ്റി യൂസ് ചെയ്യുകയും വേണം. എന്നാൽ പാവം ഫിഷറിന് അവസാന ഘട്ടത്തിൽ ചെറുതായിട്ടൊന്ന് പിഴച്ചുപോയി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൻ അങ്ങനെ ചീത്ത പറഞ്ഞപ്പോൾ അവന് ഭയങ്കരമായിട്ട് ഫീൽ ആവുകയാണ്. കാരണം ഈ ഒരു ബെന്ന് വരുന്നതിന് മുന്നേ ഈ ടീമിലെ ഏറ്റവും നല്ല പ്ലെയർ അവനായിരുന്നു. ഇപ്പൊ അവന്റെ ആ ഒരു സ്ഥാനം പോയി. ഇപ്പൊ അത് ബെന്നിനാണ്. നോർമലായിട്ട് ഉള്ളിൽ ഒരു ഈഗോ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇവരിപ്പോഴും ആ ഒരു ലസ് വേഗാസിൽ തന്നെയാണ്. ഇവർ വീണ്ടും ആ ഒരു കസിനിലേക്ക് ഗെയിം കളിക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ ഓരോ തവണ പോകുമ്പോഴും ഇവരുടെ ഐഡന്റിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും കേട്ടോ, ഫേക്ക് ആക്കും. അതുപോലെ ഇവരുടെ രൂപത്തിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തും. അപ്പൊ ഇങ്ങനെയുള്ള ഫ്രോഡുകളെ കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് CCTV ക്യാമറയും അത് നിരീക്ഷിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരും ആ ഒരു കസിനോയിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ അവരുടെയും കണ്ണ് വെട്ടിച്ച് നമ്മുടെ ഒരു പ്രൊഫസറിന്റെ പിള്ളേർ നല്ല രീതിയിൽ കളിക്കുകയാണ്, നല്ല കാശ് ഉണ്ടാക്കി. എന്നിട്ട് ആ ഒരു കാശുമായിട്ട് ഇവരുടെ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. എന്തായാലും ഇത്തവണ ബെന്നിന്റെ ഷെയർ ആയിട്ട് അവന് $16,000 കിട്ടുകയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തുകയാണ്. വേഗം അവന്റെ റൂമിലേക്ക് വന്നിട്ട് ആ ഒരു പൈസ റൂഫിന്റെ ആ ഒരു ഭാഗത്ത് അവൻ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. പെട്ടെന്നാണ് അവന്റെ കൂട്ടുകാർ അങ്ങോട്ടേക്ക് വന്നത്. എടാ നീ 2 ദിവസം എവിടെയായിരുന്നു, എന്താ ക്ലാസ്സിലൊന്നും വരാത്തേന്ന് അവർ ചോദിക്കുമ്പോൾ അതൊന്നും ഇല്ലടാ, കുറച്ച് ജോലി ഉണ്ടായിരുന്നു, ഞാൻ ഇതിനു വേണ്ടി പോയതാ. നിങ്ങൾ എന്തായാലും പബ്ബിലേക്ക് വാ, നമുക്കൊന്ന് അടിച്ച് പൊളിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരെയും കൂട്ടി നേരെ പബ്ബിലേക്ക് പോകണം. അപ്പൊ അവിടെ തന്നെ ജില്ലും ഉണ്ടായിരുന്നു. ജില്ലിനെ നമ്മുടെ ബെൻ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ അവന്റെ ഈ 2 കൂട്ടുകാരെ അവനെ കളിയാക്കാണ്. നോക്കി നിൽക്കലേ ഉണ്ടാവുള്ളൂ, നീ പോയി സംസാരിക്കുന്നില്ല എന്ന് ഈ കൂട്ടുകാരെ അമ്പരിപ്പിച്ചുകൊണ്ട് ബെൻ അങ്ങോട്ടേക്ക് ചെന്ന് ജില്ലിനോട് സംസാരിക്കുകയാണ്. മാത്രമല്ല 2 അടിച്ചിട്ട് 2 പേരും ട്രെയിൻ പിടിച്ച് നേരെ അവരുടെ ആ ഒരു ലൊക്കേഷനിൽ പോകുന്ന സമയത്ത് നമ്മുടെ ബെൻ ഒരു കാര്യം ജില്ലിനോട് ചോദിക്കുന്നുണ്ട്. ജില്ലെ സത്യം പറ, നീ നിന്റെ ഇഷ്ടപ്രകാരമാണോ അന്ന് എന്നോട് വന്ന് സംസാരിച്ചത്, അല്ലെങ്കിൽ പ്രൊഫസർ പറഞ്ഞിട്ടാണോ? സത്യം പറയാന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ ജില്ല് പറയാണ്, പ്രൊഫസർക്ക് അതിന്റെ ആവശ്യമില്ല, ഞാനാണ് നിന്റെ അരികിലേക്ക് എന്റെ ഇഷ്ടപ്രകാരം വന്നതാണ്. കാരണം നിന്റെ ആ ഒരു കഴിവ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പൊ നിന്നെപ്പോലെ ഒരാൾ ഞങ്ങളുടെ ടീമിലുണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് എന്തായാലും ഞങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ വിളിച്ചത്, അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറയണം. എന്തായാലും ഇപ്പൊ ചെറിയൊരു റൊമാൻസ് ഇവരുടെ ഇടയിൽ വരികയാണ്. പതിയെ ഈ ബെന്നെ അവളൊന്ന് ചുംബിക്കാൻ പോകുമ്പോൾ ജില്ല് പറയണ അതൊന്നും വേണ്ട, ഞാൻ നിന്നെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവാണ്. ബെന്നാണെങ്കിലോ ആകെ ചമ്മി കൊളാവുകയാണ്. അത് ഒരു വഴിക്ക് അങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരിടക്കിടക്ക് ലൂസ് വെഗാസിലെ ആ ഒരു കസിനോ അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യും, ഗെയിം കളിക്കുകയും ചെയ്യും. ഓരോ സമയത്തും വ്യത്യസ്തമായ ഗെറ്റപ്പിൽ പോകും, നല്ല കാശ് ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ കളിച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ബെന്ന് അവന്റെ ആ ഒരു തുകയായിട്ട് മാറ്റിവെച്ച് ഏകദേശം $1 ലക്ഷം ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 84 ലക്ഷം രൂപയോളം. അങ്ങനെ $3 ലക്ഷം വേണ്ട സ്ഥലത്ത് അവൻ $1 ലക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്. വീണ്ടും ഇതങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ആ കസിനോ ഉണ്ടല്ലോ, അവിടുത്തെ സെക്യൂരിറ്റിയുടെ ഹെഡിന് ചെറിയൊരു സംശയം തോന്നുകയാണ്. ആരുടെ മേലെ? നമ്മുടെ ബെന്നിന്റെ മേത്ത്. കാരണം എന്താ വെച്ചാല് ഇവന്റെ കണ്ണുകളുണ്ടല്ലോ, കണ്ണുകൾ കാണുമ്പോൾ അവൻ കുടിച്ചതായിട്ട് തോന്നില്ല. പക്ഷേ അവന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും അവന്റെ ആ ഒരു ബോഡി ലാംഗ്വേജും ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അവൻ കുടിച്ചതായിട്ട് അഭിനയിക്കുകയാണെന്ന് തോന്നുന്നു. മാത്രമല്ല ഇവൻ കള്ളിന് പകരം ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൈം ജ്യൂസ് മാത്രമാണ്, പ്രത്യേകിച്ചൊന്നും അവൻ കുടിക്കുന്നില്ല. പിന്നെ എന്തിനാണ് അവൻ ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? അതുപോലെ തന്നെ ഇവൻ കളിക്കുന്ന ആ ഒരു ഗെയിമിന്റെ ആ ഒരു സ്ട്രാറ്റജി നോക്കുകയാണെങ്കിൽ അവൻ തോക്കുന്ന ഗെയിമിലൊക്കെ ചെറിയൊരു എമൗണ്ട് ആണ് അവൻ ബെറ്റ് വെക്കുന്നത്. സപ്പോസ് ഇനി അവൻ ജയിക്കാൻ പോകുന്ന ഗെയിം ആണെങ്കിൽ നല്ല എമൗണ്ടിൽ ബെറ്റ് വെക്കുന്നുണ്ട്. ഒരു കോയിൻസിഡൻസ് ആയിട്ട് ഇതൊരിക്കലും സംഭവിക്കില്ല. ഇത് വ്യക്തമായ ഒരു പദ്ധതിയിലൂടെയാണ് ഇതിങ്ങനെ വരുന്നത്. അപ്പൊ അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഇവനെ നന്നായിട്ട് തന്നെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഇവർ തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവന്റെ ഒരു ഫോട്ടോ എടുത്ത് ഇവർ പ്രിന്റ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പൊ ബെന്നിന്റെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഗെയിമൊക്കെ അങ്ങനെ മുന്നോട്ടേക്ക് പോകണം, നല്ല രീതിയിൽ കാശ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിനിടയിൽ എങ്ങനെയൊക്കെയോ നമ്മുടെ ബെന്നും അതുപോലെ ജില്ലും തമ്മിൽ പ്രണയത്തിലാവുന്നുണ്ട്. അവരുടെ ആ ഒരു റൊമാൻസ് അതിന്റെ ആ ഒരു വഴിക്ക് നടക്കുകയാണ്. അവൻ എന്തായാലും ഹാപ്പിയാണ്. എന്നാൽ ഹാപ്പി അല്ലാത്ത ഒരാൾ ഇവരുടെ ടീമിലുണ്ട്. ആരായിരിക്കും? ഫിഷർ തന്നെ. കാരണം അവന്റെ പൊസിഷനിലേക്കാണ് ഇപ്പൊ ആര് വന്നിരിക്കുന്നത്? നമ്മുടെ ബെന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഈഗോ മനസ്സിൽ വെച്ച് എങ്ങനെയെങ്കിലും ബെന്നിന് പണി കൊടുക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഗെയിം കളിക്കുന്ന സമയത്ത് വെറുതെ ഈ ഒരു ബെന്നിനെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് ഓരോ കാര്യങ്ങൾ അവനങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതേ സമയത്ത് ഈ ബെന്നിനെ നേരത്തെ ഈ കസിനോയിലെ സെക്യൂരിറ്റി ഗാർഡുകൾ നോട്ടിട്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇവനിപ്പോൾ കളിക്കാൻ നിൽക്കുമ്പോൾ അവന്റെ ആ ഒരു കളിയുടെ സ്ട്രാറ്റജി, അവന് സീനുകൾ കൊടുക്കുന്ന ആൾക്കാർ, ഇതെല്ലാം അവർ നന്നായിട്ട് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇതിനിടയിൽ ഫിഷർ ആണെങ്കിൽ ഈ ബെന്നിന്റെ കളി എങ്ങനെയെങ്കിലും പൊട്ടിക്കാനായിട്ട് അവനോട് ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ അതിലൊന്നും ശ്രദ്ധിക്കാതെ അവൻ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ ഒരു കളിയിൽ ജയിക്കാനായിട്ട് അങ്ങനെ പോവാണ്. ഇതിൽ ദേഷ്യം വന്ന് ഫിഷർ ആണെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന മദ്യത്തിന്റെ ആ ഒരു ഗ്ലാസ് അബദ്ധത്തിലാകുന്നത് പോലെ ബെന്നിന്റെ മേത്തേക്കാക്കുകയാണ്. എന്നാൽ ഇതായത് അവിടെ ഉണ്ടായിരുന്ന
ഉണ്ടായിരുന്ന ഒരു ലേഡിയുടെ മേത്തേക്കായിരുന്നു. അവരുടെ ഭർത്താവ് നല്ലൊരു ചൂടനായിരുന്നു. ഇയാൾ തിരിച്ചങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ വഴക്കായി. പിന്നീട് അങ്ങോട്ട് കസിനോയിൽ ഭയങ്കര അലമ്പാവാണ്. അപ്പൊ തന്നെ പ്രൊഫസർ ഓർഡർ കൊടുക്കുകയാണ്, ഇനി ആരും അവിടെ നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ എസ്കേപ്പ് ആയി പുറത്തേക്ക് വന്നു. അങ്ങനെ ഇവരെല്ലാവരും ഇപ്പൊ ഈ പ്രൊഫസർ നിൽക്കുന്ന ആ ഒരു മുറിയിലേക്ക് വരികയാണ്. അതായത് ഇയാൾ ഈ ഒരു കസിനോയിലേക്ക് വരുമൊന്നുമില്ല, ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കില്ല, പിള്ളേർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ ഇന്ന് കളിക്കൊളായത് ആര് കാരനാണ്? ഫിഷർ കാരനാണ്. അപ്പൊ ഇവൻ ടീമിൽ ഇനി ഉണ്ടായാൽ ശരിയാവില്ല. അതുകൊണ്ട് തന്നെ പ്രൊഫസർ അവന് നല്ല ചീത്തയും പറഞ്ഞ് അവനുള്ള ടിക്കറ്റും കൊടുത്ത് അവന് ടീമിൽ നിന്ന് പറഞ്ഞു വിടുകയാണ്, നീ ഇനി വേണ്ടാന്ന് പറയണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ടീം, നമ്മുടെ പ്ലാന്, നമ്മുടെ ട്രിക്കുകൾ ഇത് ആരോടെങ്കിലും വെളിയിൽ പോയിട്ട് നീ പറയാനേ, ഉറപ്പായിട്ട് ഞാൻ നിന്നെ തട്ടിക്കളി എന്ന് തന്നെ പറയണം. പ്രൊഫസർ അത്ര നല്ല ആളൊന്നും അല്ല കേട്ടോ. ഇയാളുടെ ഈ ഒരു സീക്രട്ടും കാര്യങ്ങളൊക്കെ രഹസ്യമാക്കി വെക്കാൻ ഇയാൾ എന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷേ ആ ഒരു ക്ലബിൽ നിന്നും പ്രശ്നം ഉണ്ടാക്കി അവർ പുറത്തേക്ക് വന്നു. ഇനി ആ ഒരു കോയിനുമായിട്ട് ഉള്ളിലേക്ക് പോകുന്നത് അത്ര സേഫ് അല്ല. പക്ഷേ ഈ കോയിനോട് യാതൊരു കാര്യമില്ല, ഇതിന് കാശാക്കി മാറ്റണം. അതിനിപ്പോ എന്താ ചെയ്യാ? പ്രൊഫസർ ആ കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ ബെന്നി തന്നെ അതിനൊരു ഐഡിയ പറഞ്ഞു കൊടുക്കണം. അതായത് ഒരുപാട് ബാർ ഗേൾസ് ഉണ്ടല്ലോ, അവിടെ പോയിട്ട് ഡാൻസ് കളിക്കുന്നവർ, അവരുടെ കയ്യിൽ ഈ കോയിൻസ് കൊടുത്ത് അവർക്കൊരു കമ്മീഷൻ കൊടുത്ത് നമുക്കിത് കാശാക്കി മാറ്റാം. ഇതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നാണ്. ആ ഐഡിയയിലൂടെ ഇവർ ആ ഒരു കോയിൻസ് കാശായിട്ട് മാറ്റുന്നുണ്ട്. പിന്നീട് ആ ഒരു കാശുമായിട്ട് ഇവർ അവരുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഇപ്പൊ ബെന്നി അവന്റെ ആ ഒരു 2 സുഹൃത്തുക്കളുണ്ടല്ലോ, അവരെ കാണാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. മാത്രമല്ല ഇവരുടെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് എന്തോ ഒരു ഇലക്ട്രോണിക്കൽ പാർട്ട് മേടിക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് നോക്കിയ സമയത്ത് അവന്റെ കൂട്ടുകാർ അവനെ ചീത്ത പറയണം, കാരണം ഇതല്ല വേണ്ടത്. അപ്പൊ ഈ കൂട്ടുകാർ ചോദിക്കണം, ബെന്നെ നിനക്ക് എന്താ പറ്റിയത്? നീ ക്ലാസ്സിലും വരുന്നില്ല, ഈ പ്രൊജക്റ്റിലാണെങ്കിൽ ഒരു ഇൻവോൾവ്മെന്റും ഇല്ല, നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഇട്ടിട്ട് അങ്ങ് പോകുന്നു പറയാണ്. അവര് ദേഷ്യം കൊണ്ട് പറഞ്ഞു. ഇപ്പൊ ബെന്നി പറയണം, ഓ നിങ്ങളുടെ ഈ ഒരു പ്രൊജക്ട് ഇതുകൊണ്ടൊന്നും എവിടെ എത്താൻ പോകുന്നില്ലടോ, നിങ്ങളുടെ ഈ ഉണക്ക പ്രൊജക്റ്റിൽ ഞാൻ ഇല്ലെന്ന് പറഞ്ഞിട്ട് അവരോട് ദേഷ്യം പിടിച്ചിട്ട് ഇപ്പൊ ബെന്നി അവിടുന്ന് പോവാണ്. വേറൊന്നുമല്ല, ഇപ്പൊ കുറച്ച് കാശ് കയ്യിലേക്ക് വരാൻ തുടങ്ങിയല്ലോ, അതിന്റെ ആ ഒരു അഹങ്കാരം തന്നെയാണ്. പക്ഷേ കൂട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അവന്റെ മനസ്സിന് എന്തോ ഒരു വിഷമം പോലെ. അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു ഗെയിം ഒന്നും നന്നായിട്ട് കളിക്കാൻ കഴിയുന്നില്ല. അതിന്റെ ആ ഒരു അവസാനത്തെ സ്റ്റേജിൽ നന്നായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടതായിരുന്നു. ചെറുതായിട്ടൊന്ന് പാളുകയാണ്. ഏകദേശം ഒരു $2 ലക്ഷം ഇവർക്ക് നഷ്ടമാവുകയാണ്. ആ ഒരു ഗെയിമിൽ ഇവർ തോറ്റുപോവുകയും ചെയ്തു. അങ്ങനെ ഇവർ ആ ഒരു ഹോട്ടൽ റൂമിലേക്ക് വന്ന സമയത്ത് പ്രൊഫസർ ഇവനെ ഭയങ്കരമായിട്ട് ചീത്ത പറയണം. എന്താ പറ്റിയത്? എത്ര ലക്ഷം രൂപയാ പോയതെന്ന് അറിയോ? ഇതൊക്കെ ആര് തിരിച്ചു വരും? നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ബെന്നി പറയണ, ആ സമയത്ത് എന്താണെന്നറിയില്ല, മൈൻഡിൽ എന്തൊക്കെയോ കാര്യങ്ങൾ വന്നുപോയി. അതായത് കൂട്ടുകാരോട് വഴക്കിട്ടല്ലോ, ആ ഒരു കാരണത്താലാണ്. ഇപ്പൊ പ്രൊഫസർ പറയണ, ഞാൻ നിങ്ങളോട് ആദ്യമേ പറയാറുണ്ട്, ഈ ഒരു ഗെയിം കളിക്കാൻ പോകുമ്പോൾ തലയിൽ ഓരോ അനാവശ്യ കാര്യങ്ങൾ ഇട്ടങ്ങോട്ട് പോകരുതെന്ന്. അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് പ്രൊഫസർ അവനെ ഭയങ്കരമായിട്ട് ചീത്ത പറയുമ്പോൾ ബെന്നി പറയാണ്, നിങ്ങൾക്ക് എന്താ അറിയാം? നിങ്ങൾ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ തന്നാൽ മതി. അവിടെ ഇറങ്ങി കളിക്കുന്നതും അതിന്റെ ആ ഒരു ടെൻഷൻ അനുഭവിക്കുന്നതും എല്ലാം ഞങ്ങളാണ്. എപ്പോഴും മൈൻഡ് ഒരുപോലെ ആവണമെന്നില്ല, ഞങ്ങൾക്കും വികാരങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കുക പ്രൊഫസർ എന്ന് പറയാണ്. ഇതേ സമയത്ത് പ്രൊഫസറിന് ഒരുമാതിരി ആവാണ്. ഇയാൾ പറയണു, ഓഹോ അപ്പോ തിരിച്ച് തട്ടിക്കേറി സംസാരിക്കാൻ തുടങ്ങിയല്ലേ, കാണിച്ചു തരാം. ഒരു കാര്യം ചെയ്യും, ഓരോരുത്തരും ഓരോരുത്തരുടെ ടിക്കറ്റും വെച്ച് സ്വന്തം അങ്ങോട്ട് തിരിച്ചു പോയിക്കെന്ന് പറഞ്ഞിട്ട് ഇവരുടെ ആ ഒരു ടീമിനെ തന്നെ പിരിച്ചുവിട്ട് പ്രൊഫസർ അവിടുന്ന് പോവാണ്. ഇപ്പൊ ജില്ലും ബാക്കിയുള്ള എല്ലാവരും പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ബെന്നി പറയാണ്, നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത്? ഇയാളില്ലാതെ നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ? നമ്മളാണ് ഈ കാര്യങ്ങൾ ഇത്രയും ദിവസം ഒറ്റയ്ക്ക് നിന്ന് ചെയ്തത്. നമുക്ക് ഇത് ഇനിയും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾ ധൈര്യമായിട്ട് വാ, ഞാൻ ഉണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് ബെന്നായിട്ട് തന്നെ ഇവരെ കൊണ്ടുപോയി കസിനോയിൽ പോയിട്ട് അത്യാവശ്യം കാശ് അവരൊറ്റയ്ക്കായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നീ ഈ കാര്യങ്ങളൊക്കെ പ്രൊഫസർ നോക്കാതിരിക്കോ? നോക്കുന്നുണ്ട്. ഇയാൾക്ക് ദേഷ്യം വരാതിരിക്കോ? ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു കസിനോയിൽ പോയിട്ട് കളിക്കുമ്പോൾ ഈ പ്രൊഫസർ ഒരു നാറിയ പണി കാണിക്കുകയാണ്. എന്തായാലും ഇവർ ചെയ്യുന്നത് ഒരു കള്ളത്തരാണ്, എന്നാൽ അതിലും ഇല്ല ഒരു മാന്യത. ആ മാന്യതയെ ഇയാൾ മറികടക്കുകയാണ്. അതായത് ഇവർ കളിക്കുന്ന ആ ഒരു ഗെയിം ട്രിക്കും കാര്യങ്ങളും ഇവരുടെ ആ ഒരു പേരും ലൊക്കേഷൻ എല്ലാം അടക്കം ഈ കസിനോ അതിൽ ആ ഒരു സെക്യൂരിറ്റി ഗാർഡിനോട് പ്രൊഫസർ വിളിച്ചു പറയണം. അങ്ങോട്ടേക്ക് ഈ സെക്യൂരിറ്റി ഗാർഡിന്റെ ഹെഡ് വരികയാണ്. ഇത് കണ്ടപ്പോൾ തന്നെ ജില്ലും ബാക്കിയുള്ള പിള്ളേരും നൈസായിട്ട് രക്ഷപ്പെട്ടു. എന്നാൽ പാവം നമ്മുടെ ബെന്നി ഇവരുടെ കയ്യിൽ പെട്ടുപോവാണ്. അപ്പൊ ഈ ഒരു ഹെഡ് അവനെയും കൂട്ടി പതിയെ റൂമിലേക്ക് പോകുന്നുണ്ട്. ഒരു കസാലയിൽ ഇരുത്തുകയാണ്, കെട്ടിയിടുകയാണ്. നല്ല അടി എന്ന് പറഞ്ഞാൽ നല്ല അടി കിട്ടുന്നുണ്ട്. എന്താണ് നിന്റെ വിചാരം? കോടികൾ മുടക്കിയിട്ട് ഞങ്ങൾ ഈ ഒരു സ്ഥാപനം ഇവിടെ നടത്തുന്നത് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാമെന്ന് വിചാരിച്ചോ? കളിക്കാൻ വന്ന മര്യാദക്ക് കളിച്ചു പോവാ, അതിന്റെ ഇടയിൽ ഉടായ്പ് കളിച്ച് ഉണ്ടാക്കാൻ നോക്കിയാണ്ടല്ലോ ഇതുപോലെ കിട്ടുന്നു പറയണം. ഇനിയിപ്പോൾ അധികാലമൊന്നും നിങ്ങളുടെ ഇതുപോലുള്ള ഉടായ്പ് നടക്കാൻ പോകുന്നില്ല. കാരണം ഫേസ് റെക്കഗ്നേഷൻ, CCTVയും കാര്യങ്ങളും അതിന്റെ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ ദിവസം മാത്രമേ ഇങ്ങനത്തെ ഉടായ്പ് കളിക്കുന്നവർക്ക് ഇനി ഇവിടെ കളിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ലാസ്റ്റ് വാർണിംഗ് ആണ്, ഇനി ഈ കസിനോയുടെ പരിസരത്തെങ്ങാനും നീ വന്നാൽ ഇതുപോലെ ആയിരിക്കില്ല, അറുത്തിടുന്നു പറയണം. പാവം നമ്മുടെ ബെന്ന് നല്ല അടിയും കിട്ടി, കാശ് മുഴുവൻ പോവുകയും ചെയ്തു. ആകെ കുഴഞ്ഞു പോയ ആ ഒരു ശരീരവുമായിട്ട് അവൻ നേരെ അവന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. അവന്റെ ആകെയുള്ള പ്രതീക്ഷ എന്ന് വെച്ചാൽ ഇത്രയും കാലം അവൻ കളിച്ചുണ്ടാക്കിയ ആ ഒരു കാശായിരുന്നു. ഇപ്പൊ ആ കാശ് വെച്ച സ്ഥലത്ത് അവൻ പോയി നോക്കുമ്പോൾ അതൊന്നും അവിടെ ഇല്ല. കിട്ടുന്ന ആ ഒരു തുക ഉണ്ടല്ലോ, അത് എടുത്തു വെച്ച് വലിയ മോശമില്ലാത്തൊരു തുക അവൻ ആക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു $2 ലക്ഷം. അത് മുഴുവൻ അവിടുന്ന് കാണാതിരിക്കുകയാണ്. മിക്കവാറും പ്രൊഫസർ തന്നെ വന്നെടുത്തു കൊണ്ടുപോയതായിരിക്കും. ഇതിനു പുറമെ ഇടുത്തി വീഴുന്നത് പോലെ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുകയാണ്. അതായത് അവന് ക്ലാസ്സിൽ അറ്റൻഡൻസ് ഇല്ലാതെയായിട്ടുണ്ട്. ഒരു പരീക്ഷയിലും തീരെ മാർക്ക് ഇല്ലാതാകുന്നുണ്ട്. ആകെ അവൻ ഡൗൺ ആയി പോയ അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇതിനെല്ലാത്തിനും കാരണം പ്രൊഫസറാണ്. കാരണം അയാൾക്ക് തീരുമാനിക്കാം ഇവന്റെ മാർക്കും അതുപോലെ തന്നെ അറ്റൻഡൻസും. രണ്ടുപേരും ഇപ്പോൾ 2 വശത്താണല്ലോ. അതുകൊണ്ട് തന്നെ പ്രൊഫസർ അവനിട്ട് നല്ല പണി കൊടുത്തു. പാവം നമ്മുടെ ബെന്നാണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന കാശും പോയി. നല്ല രീതിയിൽ അവൻ പഠിച്ചുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും ക്ലാസ്സിൽ
പൊക്കോണ്ടിരുന്നു, പ്രൊജക്ട് നന്നായിട്ട് നോക്കിക്കൊണ്ടിരുന്നു. ഒന്നും അല്ലാതായി പോവാണ്. ഒരു ശൂന്യമായ എല്ലാം തകർന്ന ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തുകയാണ്. എല്ലാത്തിനും പുറമെ നല്ല അടി കിട്ടി ശരീരക്കാകെ കൊളായിട്ടുണ്ട്. അതായത് അവന്റെ ആ ഒരു പ്രായത്തിൽ അവൻ അനുഭവിക്കാവുന്നതിന്റെ ആ ഒരു മാക്സിമം ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ അവൻ അനുഭവിച്ചു കഴിഞ്ഞു. പിന്നീട് ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് വല്ലാത്തൊരു പകയില് നമ്മുടെ ബെന്നി ഒരു പ്രൊഫസർ നോക്കുന്നുണ്ട്. എന്നിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് അവനൊരു കാര്യം ചോദിക്കുന്നുണ്ട്. രണ്ടുപേരും നമ്മൾ തെറ്റി പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മറ്റാളുടെ കാശ് എടുക്കുന്നത് അത് ന്യായമാണോ? അതും ഒരു സ്റ്റുഡന്റിന്റെ. ഇപ്പൊ ഈ പ്രൊഫസർ പറയാണ് ക്ലാസ്, സ്റ്റുഡന്റ്, വിദ്യാഭ്യാസം ഇത് വേറെ, ബിസിനസ്സും വേറെ. അപ്പൊ രണ്ടിനെയും രണ്ടായിട്ട് കാണണം. അങ്ങനെ കാണാൻ പറ്റാത്തവർക്ക് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ വന്നു ചേരുന്നു പറയാണ്. എന്തോ പാവം ബെന്നി അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു നിസ്സഹായ അവസ്ഥയിൽ അവനാവുകയാണ്. എന്തെങ്കിലും ചെയ്യാൻ കഴിയോ? ഈ ഒരു പ്രൊഫസർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് തന്നെയാണ് അത് പിന്നീട് എന്തെങ്കിലും ഒരു മോശമായിട്ട് വരിക. എന്തായാലും അവന്റെ ഉള്ളിൽ ആ ഒരു വിഷമം കാരണം ജില്ലിനോട് പോയിട്ട് എല്ലാ കാര്യങ്ങളും പറയാണ്. അവളോട് പറയാണ് കാശും പോയി, അതുപോലെ തന്നെ എന്റെ കോളേജിലെ പെർഫോമൻസ് എല്ലാം അയാൾ ഡൗൺ ആക്കിയിട്ടുണ്ട്, എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ്. ഈ സമയത്ത് നീ എന്റെ കൂടെ നിൽക്കില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ ജില്ല് 100% ഞാൻ നിന്റെ കൂടെ വെക്കും, കട്ടക്ക് അവനെ സപ്പോർട്ട് ചെയ്യുന്നു പറയണം. ഇതിനു പുറമെ നമ്മുടെ ഈ ഒരു ബെന്ന് അവന്റെ 2 കൂട്ടുകാരും കൂടിയിട്ട് ഒരു പ്രൊജക്ട് അത് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, എന്തോ ഒരു ചെറിയ റോബോട്ട്. അത് നല്ല രീതിയിൽ സക്സസ് ആയി. അവർക്ക് അതിന്റെ ആ ഒരു അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിരുന്നത് നമ്മുടെ ബെന്നായിരുന്നു. എന്ന് ഒരാവശ്യമില്ലാതെ അവനായിട്ട് തന്നെ അതിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടായിരുന്നത്. എല്ലാം കൊണ്ടും ഒരു പാഴായിട്ടുള്ള ലൈഫിലേക്ക് അവൻ എത്തുകയാണ് കേട്ടോ. എന്തായാലും അവന്റെ ആ ഒരു തെറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് കൂട്ടുകാരോട് ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ. കൂട്ടുകാരും ആ ഒരു ക്ഷമയൊക്കെ അക്സെപ്റ്റ് ചെയ്യാണ്. മാത്രമല്ല ഇനി നമുക്ക് പഴയതുപോലെ മുന്നോട്ടേക്ക് പോകാന്ന് പറയണം. അങ്ങനെ കൂട്ടുകാരുടെ ആ ഒരു റിലേഷന്റെ കാര്യത്തിൽ അവൻ ഓക്കെ ആയിട്ടുണ്ട്. ഇനി അവന്റെ ആ ഒരു കരിയർ അത് തിരിച്ചു പിടിക്കണം, നന്നായിട്ട് പഠിക്കണം, എന്നും ക്ലാസ്സിൽ പോകണം, നല്ല മാർക്ക് മേടിക്കണം. ഇനി കഷ്ടപ്പെട്ടാൽ മാത്രം പോരാ. ആ ഒരു പ്രൊഫസർ ഇയാൾ ശത്രുപക്ഷത്താണെങ്കിൽ ഇയാൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ കഴിയും. സോ അയാൾ ആദ്യം ഒന്ന് ഓക്കെ ആക്കണം. അങ്ങനെ അയാളോട് പോയിട്ട് ഇവൻ സോറി പറയാം. ഓ എന്തായാലും നിനക്കിപ്പോ നിന്റെ തെറ്റ് മനസ്സിലായല്ലോ, പക്ഷേ നീ എന്തൊക്കെ മാപ്പ് പറഞ്ഞാലും ശരി, ഇനി ഞങ്ങളുടെ ടീമിൽ നീ ഇല്ലാട്ടോ എന്ന് പറയണം. ഇതേ സമയത്ത് തന്നെ ബെന്നി പറയണ എന്റെ പൊന്നു സാറേ, ഇനി നിങ്ങൾക്ക് ഈ ഒരു ട്രിക്കും വെച്ച് അവിടെ പോയിട്ട് കളിക്കാനൊന്നും പറ്റില്ല. കാരണം അവിടെ പുതിയ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി പോവാണ്. ഒരു വട്ടം വന്ന് കളിച്ച ആൾക്കാരെ അടുത്ത തവണ വരുമ്പോൾ പെട്ടെന്ന് തന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഫേഷ്യൽ റെക്കഗ്നൈസേഷനുള്ള CCTV ആണ് ഇനി മുഴുവനായിട്ട് അവിടെ വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇനി നമ്മുടെ ഈ ഉഡായിപ്പൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പൊ പ്രൊഫസറെ അധികം നാളൊന്നും നമുക്കില്ല. അപ്പൊ നമുക്ക് അവസാനമായിട്ട് എല്ലാം മറക്കാം, ഇതുവരെയുള്ള എല്ലാം മറക്കാം. അവസാനമായിട്ട് നമുക്ക് പോയിട്ട് നല്ലൊരു കളി കളിച്ചാലോ? പ്രൊഫസറിനും ഇത് ശരിയായിട്ട് തോന്നാണ്. അതുപോലെ ഇവരുടെ ടീമിൽ ഇപ്പൊ ഫിഷർ ഇല്ലെങ്കിൽ അതൊരു ടഫായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് പ്രൊഫസറോട് തന്നെ ഈ അവസാനത്തെ കളിയിൽ കെസിനോയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ബെന്നി പറയാണ്. എന്തായാലും പ്രൊഫസറിനും തോന്നി ശരിയാണ്, ഇനി ഇതുപോലെ ഈ ഉഡായിപ്പ് പരിപാടി നടക്കില്ലെങ്കിൽ അവസാനമായിട്ട് ഒരു ചാൻസ് എടുക്കാം. കുറച്ച് റിസ്ക് എടുത്ത് നന്നായിട്ട് കളിച്ച് കൂടുതൽ കാശ് ഉണ്ടാക്കാൻ തീരുമാനിക്കുകയാണ്. അതിനായിട്ട് എന്നെ ടീമിനെല്ലാം വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തുതീർപ്പാവുകയാണ്. ഇനി ഈ ബെന്നിന്റെ ഇടയിലും നമ്മുടെ പ്രൊഫസറിന്റെ ഇടയിലും യാതൊരു വിഷയമില്ല. സോ അവസാനത്തെ ആ ഒരു കളിക്കായിട്ട് ഇവർ പോകാൻ നിൽക്കുകയാണ്. അതിന് മുന്നേ തന്നെ നമ്മുടെ ഈ ഒരു ബെന്നിന്റെ അറ്റൻഡൻസിന്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഓക്കെയാണ്. പിന്നെ അവൻ എഴുതിയ ആ ഒരു പരീക്ഷയിലും കാര്യങ്ങളിലൊക്കെ അവൻ ആവശ്യമായിട്ടുള്ള ആ ഒരു മാർക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സോ സ്കൂൾ ലെവലിൽ അവന്റെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പൊ തീർന്നിട്ടുണ്ട്. പക്ഷേ അവന്റെ കയ്യിൽ നിന്ന് പ്രൊഫസർ എടുത്ത ആ ഒരു $3 ലക്ഷം അത് മാത്രം അവന് കൊടുത്തില്ല. എല്ലാം പോട്ടെ എന്ന് വെച്ചിട്ടാണല്ലോ രണ്ടാമതും ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ ആ ഒരു ഗെയിം കളിക്കാനായിട്ട് അവരങ്ങോട്ടേക്ക് പോകണേ. ഇത്തവണ ഒരു കപ്പടാ മീശയൊക്കെ വെച്ച് ഒരു വെള്ളം മുടിയൊക്കെ വെച്ചിട്ടാണ് അവൻ പോകുന്നത്. പോയ വാർഡിന് നല്ല കളി കളിച്ച് ഏകദേശം $6 ലക്ഷം ഒറ്റ കളിയിൽ ഉണ്ടാക്കുകയാണ്. പക്ഷേ ഓൾറെഡി ഇവന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ച് ഈ സെക്യൂരിറ്റി ഗാർഡ് നല്ല അലേർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇവനെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഗാർഡ്സ് മുഴുവൻ അവനെ പിടിക്കാനായിട്ട് വരുമ്പോൾ തന്നെ ബെന്നി ബാക്കിയുള്ളവർക്ക് ആ ഒരു സന്ദേശം കൊടുക്കുകയാണ് തല ചൊറഞ്ഞിട്ട്. അതായത് എത്രയും പെട്ടെന്ന് തന്നെ ഇവർക്ക് കിട്ടിയ ഒരു കോയിനുമായിട്ട് ഇവിടുന്ന് പുറത്ത് കടന്നു വന്നു. അങ്ങനെ വേഗം തന്നെ പ്രൊഫസറും നമ്മുടെ ബെന്നും എല്ലാവരും ഈ ഒരു കോയിൻ മുഴുവൻ ഒരു ബാഗിലേക്ക് വാരിക്കൂട്ടുകയാണ്. പിന്നീട് ആ ഒരു ബാഗ് എടുത്തുകൊണ്ട് നമ്മുടെ ബെന്ന് ഓടുന്നുണ്ട് കേട്ടോ. ഇതാണ് സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ഒരു കാര്യം. ഇപ്പൊ ആ കോയിനുള്ള ബാഗ് ആരുടെ കയ്യിലാ? നമ്മുടെ ബെന്നിന്റെ കയ്യിൽ. ബെന്നും ചില്ലും ഒരു ഭാഗത്തോട് ഓടുമ്പോൾ ഈ പ്രൊഫസർ മറ്റൊരു ഭാഗത്തോട് ഓടുകയാണ്. എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഇവർ പുറത്തേക്ക് വന്നിട്ടുണ്ട്. വന്ന വാടേനെ പ്രൊഫസർ ഒരു കാര്യം പറയാണ്, എന്തായാലും കോയിൻസ് എന്റെ കയ്യിലേക്ക് താ, എങ്ങനെയെങ്കിലും കാശാക്കിയിട്ട് അതിന്റെ വിഹിതം ഞാൻ എത്തിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ബെന്നിന്റെ കയ്യിൽ നിന്നും ആ ഒരു ബാഗ് പ്രൊഫസർ മേടിക്കുകയാണ്. ബെന്നും അതുപോലെ തന്നെ ചില്ലും മറ്റൊരു വഴിക്ക് ഓടുന്നുണ്ട്. പ്രൊഫസർ ആണെങ്കിലും അതിലൂടെ പോയ ഒരു കാറിലേക്ക് ചാടി കയറുകയാണ്. കയറിയ വാർഡന് ഇയാൾ പറയുന്നത് നേരെ എയർപോർട്ടിലേക്ക് വിട്ടോന്നാ. പോകുന്ന വഴിയിൽ ഇയാളുടെ ആ ഒരു കപ്പടാമേശയും താടിയും എല്ലാം ഊരിക്കളയുന്നുണ്ട്. ഇതിനുശേഷം ഇയാൾ ആർത്തിയോട് കൂടിയിട്ട് ആ ബാഗിലേക്ക് ആ കോയിൻസ് എടുത്ത് നോക്കുമ്പോൾ അത് മുഴുവനും എന്തായിരുന്നു? ഈ കോയിൻസിന്റെ അതേ ഷേപ്പിൽ തന്നെയുള്ള ചോക്ലേറ്റുകളായിരുന്നു. ഇയാളാകെ ഷോക്കായി പോയി. എന്തെവിടെ സംഭവിച്ചത്? ഇതൊക്കെ എങ്ങനെ ചോക്ലേറ്റ് ആയി മാറിയത്? എന്തായാലും ആ ഒരു തരിപ്പിൽ ഇയാൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് മറ്റൊരു ഫ്ലാഷ് ബാക്ക് കണ്ടിട്ട് പറയാം. അതായത് പാവം നമ്മുടെ ബെന്നിനെ പ്രൊഫസർ ഒറ്റി കൊടുത്ത സമയത്ത് ഈ സെക്യൂരിറ്റി ഹെഡ് വന്നിട്ട് അവന് നല്ല പൊട്ടിക്കൽ പൊട്ടിച്ചായിരുന്നല്ലോ. അതിനുശേഷം ഈ സെക്യൂരിറ്റി ഹെഡ് അവനോടൊരു കാര്യം പറഞ്ഞു, എനിക്ക് ഏകദേശം ധാരണയുണ്ട് നിങ്ങൾ ആരുടെ കൂടി വരുന്നത്, ആരുടെ പദ്ധതിയാണ് ഇതൊക്കെയെന്ന്. ആ പ്രൊഫസർ അയാളല്ലേ ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ ഈ ഇടയായിട്ട് നിങ്ങളുടെ ഇടയിൽ ചെറിയ എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ടല്ലേ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ടുണ്ടായിരുന്നല്ലേ. മാത്രമല്ല നിന്നിപ്പം ഞങ്ങൾ പൊക്കിയത് എങ്ങനെയാണെന്നറിയോ? അതായത് ഒരു കോള് ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതേ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരാൾ വന്ന് ഇവിടെ കളിക്കുന്നുണ്ട്. മിക്കവാറും അത് നിന്റെ പ്രൊഫസർ തന്നെയായിരിക്കും. നിനക്കിട്ട് പണി തന്നിയ. പക്ഷെ കുറെ കാലമായിട്ട് അയാൾ ഞങ്ങൾക്കിട്ട് പണി തന്നുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് തരാനുള്ള ഞങ്ങൾ തന്നു കഴിഞ്ഞു, ഇനി കൂടുതലായിട്ട് തരാനൊന്നുമില്ല. അതുകൊണ്ട് നിനക്ക് റിവെഞ്ച് ചെയ്യാനായിട്ട് ഒരു അവസരം ഞങ്ങൾ തരികയാണ്. എങ്ങനെയെങ്കിലും
എങ്ങനെയെങ്കിലും അയാളെ ഒരു തവണയെങ്കിലും ഈ കസിനോയിലേക്ക് കൊണ്ടുവരണം, ഞങ്ങളുടെ കയ്യിൽ അയാളെ കിട്ടണം എന്ന് പറയാണ്. അങ്ങനെ ഈ സെക്യൂരിറ്റി ഹെഡുമായിട്ട് നമ്മുടെ ബെന്നി ഒരു ഡീൽ ഉണ്ടാക്കുകയാണ്. അങ്ങനെയാണ് ഈ പ്രൊഫസറിനോട് പറഞ്ഞിട്ട് ഈ അവസാനത്തെ കളി എന്ന രീതിയിൽ ഒരുപാട് സമ്പാദിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. എന്തായാലും ഇപ്പൊ പ്രൊഫസറെ കാണിക്കാൻ ഇയാൾ ബാഗിലേക്ക് നോക്കുമ്പോൾ ആ ഒരു ഫേക്ക് കോയിൻസാണ് കാണുന്നത്. അതായത് എല്ലാം ചോക്ലേറ്റ് ആണ്, മാത്രമല്ല ടാക്സി ആണെന്ന് കരുതിയിട്ട് ഇയാൾ ഓടിച്ചെന്ന് കയറിയത് അത് ഈ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടല്ലോ അവരുടെ വണ്ടിയിലേക്കായിരുന്നു. ആഹാ, ഇനിയാണ് കളി നടക്കാൻ പോകുന്നത്. അടിയേ സക്കരമല്ലിയേ. എന്തായാലും ഇതേ സമയത്ത് തന്നെ മറ്റൊരു ഭാഗത്ത് ബെന്നും ജില്ലും കൂടെ അവരുടെ കയ്യിലാണ് ആ യഥാർത്ഥ കോയിൻ ഉള്ളത്. ഇവരുടെ അടുത്തേക്ക് ആ ഒരു സെക്യൂരിറ്റി ഹെഡ് വരികയാണ്. അവരോട് ആ ഒരു കോയിൻ ചോദിക്കുന്നുണ്ട്. എന്തായാലും തന്നിട്ട് നിങ്ങൾ പൊയ്ക്കെന്ന് പറയാണ്. അതായത് ബെന്നിനായിട്ട് നല്ല ഉഗ്രം പണി കൊടുത്തത് പ്രൊഫസറാണോ, പ്രൊഫസർക്ക് അപ്പൊ തിരിച്ചൊന്ന് കൊടുക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഡീല് അവൻ ഉണ്ടാക്കിയത്. എന്തായാലും ഇതിനുശേഷം കസിനോയുടെ ആൾക്കാർ നമ്മുടെ പ്രൊഫസറിനെ കുറെ കാലമായിട്ട് തേടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം ഇയാളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇയാളെ ഇനി അവിടെ വെച്ച് ഇവർ നല്ല അൽഫാം അടിക്കാൻ പോവാണ്. ഇയാൾക്ക് അത് കിട്ടേണ്ട നല്ല ആവശ്യമുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമ്മുടെ ബെന്നിന്റെ ലൈഫിലേക്ക് നോക്കുകയാണെങ്കിൽ കരിയർ ബേസ് അവന്റെ അറ്റൻഡൻസും മാർക്കും കാര്യങ്ങളൊക്കെ ഓക്കെ ആയി വന്നിട്ടുണ്ട്. അവൻ ആ ഒരു കോഴ്സ് പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി അവന് കൂടുതൽ പഠിക്കാനായിട്ട് പുറത്തേക്ക് പോകണം. ആ ഒരു കോളേജിലെ അഡ്മിഷനും അതിന്റെ ആ ഒരു ചെലവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി 3 ലക്ഷം രൂപയോളം ഇനിയും വേണമല്ലോ. അത് അവൻ ഉണ്ടാക്കിയെങ്കിലും അതൊക്കെ നഷ്ടമായി പോയല്ലോ. അപ്പൊ ഇനി ഉടായിപ്പായിട്ട് ഒരു പരിപാടിയും വേണ്ട, പകരം സ്കോളർഷിപ്പിന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ നേരെ സ്കോളർഷിപ്പിനായിട്ട് അവന്റെ മാർക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നേരെ അതിന്റെ ആ ഒരു ഓഫീസറെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. അതാണ് സിനിമയുടെ ആരംഭത്തിലല്ല കുറച്ചേരം കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ട ആ ഒരു കാര്യം. അപ്പൊ ബെന്നിന്റെ മാർക്ക്, അതുപോലെ അവന്റെ പ്രൊഫസർമാർ കൊടുത്ത ആ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ, ഇതെല്ലാം ഉണ്ടായിട്ടും ആ ഒരു ഓഫീസർ പറഞ്ഞ ഇതൊക്കെ ഓക്കെ, പക്ഷേ ഇതിലുപരിയായിട്ട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നിന്റെ ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചൊരു കാര്യം പറയാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആ ഓഫീസറോട് നമ്മുടെ ബെന്നി ഈ ഒരു കാര്യം പറയാണ്. ഈ കഥ മുഴുവൻ കേട്ടപാട് ഇയാൾ വായം പൊളച്ച് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ബെന്നാണെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ അങ്ങനെ ഇരിക്കുകയാണ്. അതായത് ഇനി എന്തായാലും അവന് സ്കോളർഷിപ്പ് കിട്ടുക കേട്ടോ. ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.